LDF RSS പൊളിറ്റിക്കൽ ഡീലാണ് കേരളത്തിലെ നിരവധിയായ മണ്ഡലങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെൽഫെയർ പാർട്ടി ഗൗരവബോധ്യത്തോടുകൂടി മനസ്സിലാക്കും. അത്തരമൊരു സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടി എന്ത് തീരുമാനം കൈക്കൊള്ളണം എന്ന് പാർട്ടിയുടെ വ്യത്യസ്ത ഘടനകൾ ഈ വിഷയം പരിശോധിക്കുകയുണ്ടായി. പാർട്ടിയുടെ ജില്ലാ നേതാക്കളെയൊക്കെ വിളിച്ചു ചേർത്ത് 2-3 തവണ ഈ വിഷയം ചർച്ച ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എന്ത് നയം സ്വീകരിക്കണം. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി നിരന്തരം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിലപാടുകൾ ചർച്ച ചെയ്യും. പാർട്ടിയുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റി ചർച്ച ചെയ്യും. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ യോഗങ്ങളിലൊക്കെ ബഹുമാന്യരായ നേതാക്കളെ പങ്കുവച്ചിട്ടുണ്ട്. പലതരം അഭിപ്രായം. പക്ഷേ പൊതുവെ നമ്മുടെ ഒരു സംഘടനാ രീതി വെച്ച് ഭൂരിപക്ഷ അഭിപ്രായം മുന്നിൽ വെച്ചുകൊണ്ടും വളരെ കൃത്യമായ വിശകലനത്തിന് ശേഷവും നമ്മൾ എത്തിയ ഒരു തീരുമാനം, തൽക്കാലത്തേക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലെങ്കിലും കേരളം നേരിടുന്ന ഒരു സങ്കീർണമായ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് കേരളത്തെ സംഘപരിവാറിന് തീരെഴുതി കൊടുക്കുവാൻ വേണ്ടി LDFന്റെ ഓഫീസുകളുടെ അരമനകളിൽ നടക്കുന്ന ഒത്തുതീർപ്പ് ഡീലുകളെ എക്സ്പോസ് ചെയ്തുകൊണ്ട് അത്തരം നീക്കങ്ങളെ പരാജയപ്പെടുത്തുവാനുള്ള തീരുമാനം വെൽഫെയർ പാർട്ടി കൈക്കൊള്ളണമെന്ന് മാത്രമല്ല, ആ തീരുമാനം ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് LDF സ്ഥാനാർത്ഥികളുടെ മുഴുവൻ LDF സ്ഥാനാർത്ഥികളുടെയും പരാജയത്തിന് വേണ്ടി പകരം UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി രംഗത്തിറങ്ങണം എന്നുമാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തീരുമാനിച്ച തീരുമാനം എന്ന് പറയുന്നത്. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. ഒരു മുന്നണിയെ സ്ഥിരമായി അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്തിയാൽ അതിൻ്റെ അകത്ത് സ്വാഭാവിക ബലഹീനതകൾ പ്രത്യക്ഷപ്പെടുകയും ആ ഗ്യാപ്പിൽ തങ്ങൾക്ക് അവിടെ സ്പേസ് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. മറുവശത്ത് ഒരേ മുന്നണി തന്നെ തുടർച്ചയായിട്ട് കേരളം ഭരിച്ചാൽ തുടർഭരണത്തിലൂടെ ഉണ്ടാകുന്ന മറ്റൊരു സ്വാഭാവിക ദൗർബല്യം ആ മുന്നണിക്ക് ഉണ്ടാകും. അങ്ങനെയും അവിടെ സംഭവിക്കും. അവിടെയും തങ്ങൾക്ക് രാഷ്ട്രീയ അധികാരം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള തുറവികൾ തുറന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇപ്പുറത്തും ഓപ്ഷനുണ്ട്, അപ്പുറത്തും ഓപ്ഷൻ. ഈ 2 സാധ്യതകളിലൂടെയും കേരളത്തിന്റെ രാഷ്ട്രീയാധികാരത്തിലേക്ക് പതുക്കെ നമ്മൾ ഇരച്ചു കയറണം എന്നവർ മനസ്സിലാക്കുകയും അവരതിനുള്ള പണികൾ വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിലല്ല, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ അവർ നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നിങ്ങൾ വിശദമായി പരിശോധിച്ചു നോക്കിയാൽ പാർട്ടി അത് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായൊരു സംഗതി, ആ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ BJPക്ക് സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും BJPയുടെ ചിഹ്നത്തിൽ വരേണ്ട വോട്ടുകൾ അവർക്ക് വന്നിട്ടില്ല. പല വോട്ടുകളും വഴിമാറിയിട്ട് CPMലേക്കാണ് പോയിട്ടുള്ളത്, LDFലേക്കാണ് പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ 2ാം തുടർ ഭരണത്തിനുള്ള ഒരു വിഹിതം BJPയുടെ പക്കൽ നിന്നാണ് അങ്ങോട്ട് പോയിട്ടുള്ളത് എന്ന് കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് തുടർച്ചയായിട്ട് 2ാമത്തെയും 3ാമത്തെയും ഇനിയിപ്പോ 4ാമത്തെയും തവണ LDFന് അധികാരത്തിൽ എത്തിക്കുക, അതുവഴി കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും അവരുൾക്കൊള്ളുന്ന ഐക്യജനാധിപത്യ മുന്നണിയും തുടർച്ചയായിട്ട് ദുർബലപ്പെടുത്തുക, ഇങ്ങനെ കേരളം തുടർന്നു പോന്നിട്ടുള്ള സവിശേഷമായ ഒരു രാഷ്ട്രീയ ഘടനയെ പതുക്കെ തകർത്തിട്ട് അതിലൂടെ അധികാരത്തിലേക്ക് കയറി പറ്റുക എന്ന കുതന്ത്രം സംഘപരിവാർ കേരളത്തിൽ നേരത്തെ തന്നെ തുടങ്ങി വെച്ചു എന്ന് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ, ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ, എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റുപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം, CV റോഡ്, പൊന്നാനി.